ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എക്സലൻറ്റ് മാത്തമാറ്റിക്സ് ഈസി ടു ലേൺ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് ഇറാഷണൽ നമ്പേഴ്സ്. എന്താ ഇറാഷണൽ നമ്പേഴ്സ്? നമ്പേഴ്സ് വിച്ച് കനോട്ട് ബി റിട്ടൺ ഇൻ ദ p/q ഫോം ആർ കോൾഡ് ഇറാഷണൽ നമ്പേഴ്സ്. അതായത് p/q ഫോമിൽ എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ √2, √5, √7, പൈ, 0.010, 01, 0001 എക്സെട്ര. ഇതെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 9th √2, √5, √7 എന്നുള്ള നമ്പേഴ്സൊക്കെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വർഷം ഈ നമ്പേഴ്സ് ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പഠിക്കാം. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടേക്ക് വൺ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. √2 ഇറാഷണൽ ആണെങ്കിൽ നമുക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുക, നമ്മൾ √2 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. റാഷണൽ ആണെങ്കിൽ നമുക്കതിനെ p/q ഫോമിൽ എഴുതാം. ദെർഫോർ ലെറ്റ് √2 ഈസ് ഈക്വൽ ടു p/q ബി എ റാഷണൽ നമ്പർ വെയർ p ആൻഡ് q ആർ കോ പ്രൈം നമ്പേഴ്സ് ആൻഡ് q നോട്ട് ഈക്വൽ ടു 0. അതായത് √2നെ p/q ഫോമിൽ എഴുതാം. ഈ ക്യൂവിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്തായിട്ട് മാറും? √2 ഇൻറ്റു q ഈസ് ഈക്വൽ ടു p. √2 ഇൻറ്റു q ഈസ് ഈക്വൽ ടു p. ഓക്കെ, ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യുക. 2q² ഈസ് ഈക്വൽ ടു p സ്ക്വയർ. 2 ഇൻറ്റു q സ്ക്വയർ ഈക്വൽ ടു p സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്കിതിന് എന്തെഴുതാം? 2 ഡിവൈഡ്സ് p സ്ക്വയറിന് എഴുതാൻ പാടില്ലേ? അടുത്ത സ്റ്റെപ്പ് 2 ഡിവൈഡ്സ് p. ഒരു നമ്പറിനെ സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി 2 ഡിവൈഡ്സ് p എന്നാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? p ഈസ് ഈക്വൽ ടു 2m എന്ന് എഴുതാം. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 2 ഡിവൈഡ്സ് 6 എന്നാണെങ്കിൽ, അതായത് 6നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 6നെ എന്തെഴുതാം? 2 ഇൻറ്റു 3 എന്ന് എഴുതാൻ പാടില്ല. 2 ഇൻറ്റു മൾട്ടിപ്പിൾ ആണ് 6, എഴുതാൻ പാടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ 2 ഡിവൈഡ്സ് p എന്നാണെങ്കിൽ p ഈസ് ഈക്വൽ ടു 2m എന്ന് എഴുതാം. നമുക്ക് വീണ്ടും ഈ ഇക്വേഷൻ സ്ക്വയർ ചെയ്യാം. അതായത് p സ്ക്വയർ ഈസ് ഈക്വൽ ടു 4m സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം 2q² ഈക്വൽ ടു p സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടി, അതിന് 1 കൊടുക്കുക. നെക്സ്റ്റ് ഇക്വേഷൻ 2 കൊടുക്കുക. Now substitute the value of equation 2 in equation 1. Substitute the value of equation 2 in equation 1. അപ്പോൾ എന്തായിട്ട് മാറും? 2q² ഈസ് ഈക്വൽ ടു p സ്ക്വയറിന് പകരം 4m സ്ക്വയർ എഴുതുക. 2ഉം 4ഉം ക്യാൻസൽ ആക്കുക. q² ഈസ് ഈക്വൽ 2m സ്ക്വയർ എന്ന് വരും. നമ്മൾ ആദ്യം എഴുതിയ പോലെ നമുക്ക് എന്തെഴുതാം? 2 ഡിവൈഡ്സ് q സ്ക്വയർ എന്ന് എഴുതാം. ഇനി 2 ഡിവൈഡ്സ് q² എന്നാണെങ്കിൽ 2 ഡിവൈഡ്സ് q എന്ന് എഴുതാൻ പാടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം നമുക്ക് 2 ഡിവൈഡ്സ് p എന്ന് കിട്ടി. 2 ഡിവൈഡ്സ് p എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് 2 ഡിവൈഡ്സ് q എന്ന് കിട്ടി. അതായത് pയും qവിനും 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താ? p ആൻഡ് q ആർ കോപ്രൈം നമ്പേഴ്സാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അതായത് അതിൻ്റെ കോമൺ ഫാക്ടർ 1 മാത്രമേ ഉള്ളൂ എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കിവിടെ എന്തെഴുതാം? 2 ഈസ് എ കോമൺ ഫാക്ടർ വിച്ച് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ. അല്ലേ? അതായത് നമ്മൾ അസ്യൂം ചെയ്ത് 2 കോമൺ ഫാക്ടർ ഇല്ല എന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചെയ്തു വന്നപ്പോൾ 2 ഒരു കോമൺ ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മളുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് എന്തെഴുതാം? ദെർഫോർ √2 ഈസ് ഇറാഷണൽ. ഓക്കെ, നമുക്ക് എക്സസൈസ് 1.3 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. നമ്മൾ കഴിഞ്ഞ അതേ മെത്തേഡിനെ ഫോളോ ചെയ്യാം. നമുക്ക് ആദ്യം √5 റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുക. So let √5 is equal to p/q be a rational number where p and q are co-prime numbers and q not equal to 0. അതിന് കോമൺ ഫാക്ടർ ഇല്ല, ഓൺലി കോമൺ ഫാക്ടർ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, നൗ √5 is equal to p/q. q ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താവും? √5 into q is equal to p. ഇക്വേഷൻ
സ്ക്വയർ ചെയ്യുക. 5q² ഈസ് ഈക്വൽ ടു p². ഇനി 5q² ഈസ് ഈക്വൽ ടു p² നമുക്ക് എന്തെഴുതാം? 5 ഡിവൈഡ്സ് p² എന്ന് എഴുതാം. അത് വീണ്ടും 5 ഡിവൈഡ്സ് p എന്ന് എഴുതാം. 5 ഡിവൈഡ്സ് p ആണ്. നമ്മൾ p ഈസ് ഈക്വൽ ടു 5 എന്ന് എഴുതാൻ പാടില്ലേ? ഇനി നമ്മൾ ഇക്വേഷൻ വീണ്ടും സ്ക്വയർ ചെയ്യുക. p² ഈസ് ഈക്വൽ ടു 25m². ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്തായിട്ട് മാറും? 5q² ഈക്വൽ ടു p²ന് പകരം 25m². 5 ക്യാൻസൽ ചെയ്യുക. എന്ത് വരും? q² ഈസ് ഈക്വൽ ടു 5m² എന്ന് വരും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? q² ഈസ് ഈക്വൽ ടു 5m² എന്ന് എഴുതാം. നമുക്കപ്പോൾ ഇത് 5 ഡിവൈഡ്സ് q എന്ന് എഴുതാം. q² എന്ന് എഴുതാൻ പാടില്ലേ? 5 ഡിവൈഡ്സ് q² എന്ന് എഴുതാം. 5 ഡിവൈഡ്സ് q² ആണെങ്കിൽ 5 ഡിവൈഡ്സ് q എന്നല്ലേ? 5 ഡിവൈഡ്സ് q. ഇപ്പോൾ നമുക്ക് 5 ഡിവൈഡ്സ് p എന്ന് കിട്ടി, 5 ഡിവൈഡ്സ് q എന്ന് കിട്ടി. അതായത് പിക്കും ക്യൂവിനും 5 എന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതണം? Therefore 5 is a common factor which contradicts our assumption. അപ്പം നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? Therefore √5 is irrational. ഓക്കെ, നമുക്കിനി എക്സസൈസിലെ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. പ്രൂവ് ദാറ്റ് 3 + 2 √5 ഈസ് ഇറാഷണൽ. ആദ്യം ചെയ്തതുപോലെ തന്നെ എന്ത് അസ്യൂം ചെയ്യുക? അസ്യൂം ദാറ്റ് 3 + 2 √5 ഈസ് റാഷണൽ. അതായത് 3 + 2 √5 ഈസ് ഈക്വൽ ടു p/q എന്ന് എഴുതാൻ പാടില്ലേ? അതായത് 2 √5 ഈസ് ഈക്വൽ ടു p/q - 3 വരും. p - 3q/q എന്ന് എഴുതുക. ഇനി 2 ഈ വശത്തേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? √5 ഈസ് ഈക്വൽ ടു p - 3q/2q എന്ന് വരും. അപ്പോൾ നോക്കിയേ, p - 3q/2q റാഷണൽ നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് √5ഉം ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് √5 ഒരു റാഷണൽ നമ്പർ ആണെന്ന്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത് തെറ്റാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? p - 3q/2q ഈസ് എ റാഷണൽ നമ്പർ. അപ്പോൾ അതുകൊണ്ട് √5ഉം റാഷണൽ നമ്പർ ആയിരിക്കും. Therefore √5 ഈസ് എ റാഷണൽ നമ്പർ. Therefore but this contradicts the fact that √5 is irrational. Therefore 3 + 2 √5 is irrational. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. പ്രൂവ് ദാറ്റ് 6 + √2 ഈസ് ഇറാഷണൽ. അതുപോലെ തന്നെ അസ്യൂം ചെയ്യുക 6 + √2 ഈസ് റാഷണൽ. റാഷണൽ ആയതുകൊണ്ട് 6 + √2 ഈസ് ഈക്വൽ ടു p/q എന്ന് എഴുതാം. അതായത് √2 ഈസ് ഈക്വൽ ടു p/q - 6 എന്ന് വരും. q ആ സൈഡിലേക്ക് 6ൻ്റെ അടുത്തേക്ക് വരുമ്പോൾ p - 6q/q എന്ന് വരും. അപ്പോൾ നമുക്ക് ആദ്യം വന്ന പോലെ വന്നു. p - 6q/q ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പോൾ അതുകൊണ്ട് √2 ഒരു റാഷണൽ നമ്പർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് √2 ഒരു ഇറാഷണൽ നമ്പർ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ട് 6 + √2 ഇറാഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് p - 6q/q ഈസ് എ റാഷണൽ നമ്പർ. സോ √2 ഈസ് എ റാഷണൽ നമ്പർ. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. Therefore 6 + √2 ഈസ് ഇറാഷണൽ. മനസ്സിലായോ? നമ്മൾ ഈ ചാപ്റ്ററിൽ അടുത്ത് പഠിക്കുന്ന ടോപ്പിക്കാണ് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയൊക്കെ ആയിരിക്കുന്നതാണ് പഠിക്കുന്നത്. 2 തരത്തിൽ ഡെസിമൽ എക്സ്പാൻഷൻ വരാം. ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഓർ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. എന്തായി ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ? അതായത് നമ്മൾ റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡെസിമൽ എക്സ്പാൻഷൻ, ഇപ്പോൾ സപ്പോസ് ഒരു ആൻസർ 2.56 സ്റ്റോപ്പ് ചെയ്യുകയാണ് അവിടെ വെച്ച്, അതാണ്. അല്ലെങ്കിൽ 0.9, 3.858 ഇതെല്ലാം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എന്താ ഈ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ 3.57 സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഈ 57 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം?
3.57 മുകളിലൊരു ബാർ ഇടുക. അത് 57 റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. വേറൊരു എക്സാമ്പിൾ എടുത്താൽ ഇപ്പോൾ 8.2 2 ഈസ് റിപ്പീറ്റിംഗ്. അതാണ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഒരു റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും, ആയി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയി നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു റാഷണൽ നമ്പർ ഡിവൈഡ് ചെയ്ത് നോക്കാതെ തന്നെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്ന് ചെക്ക് അറിയാനാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു തിയറം ഉണ്ട്. തിയറം ഇതാണ്: ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ ബി എ റാഷണൽ നമ്പർ സച്ച് ദാറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ക്യൂ ഈസ് ഓഫ് ദ ഫോം 2 raised to n 5 raised to m where n and m are non-negative integers, then x has a decimal expansion which terminates. അതായത് നമ്മൾ ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പറിനകത്ത് ഡിനോമിനേറ്റർ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിനോമിനേറ്ററിൻ്റെ ഫോം 2 raised to n 5 raised to m ഫോമിലാണെങ്കിൽ അത് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ഇപ്പോൾ നോക്കാം. എനിക്ക് ടേക്ക് 17/8. 17/8 എടുത്താൽ 17/8 കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 8 ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2 4 2 2 ഓക്കെ. 17/2 ക്യൂബ് എന്ന് വരും. കണ്ടോ? അപ്പോൾ ഈ ഡിനോമിനേറ്റർ ഏത് ഫോമാ? 2 raised to n 5 raised to m. 5 ഇല്ല, നമുക്ക് 5 raised to 0 എന്ന് എഴുതാം. അപ്പോൾ 2 raised to n 5 raised to ഫോം ആയതുകൊണ്ട് ഈ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിളൂടെ നോക്കാം. 23/2 raised to 3 5 square. ഓൾറെഡി ഡിനോമിനേറ്റർ ഇവിടെ നമുക്ക് ഫാക്ടറൈസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കിയേ, 2 raised to n 5 raised to ഫോമിലല്ലേ, അതുകൊണ്ട് ഈ റാഷണൽ നമ്പർ എന്തായിരിക്കും? ടെർമിനേറ്റിംഗ് ആയിരിക്കും. ഓക്കെ. നമുക്കിനി നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും ഒരു തിയറം ഉണ്ട് അവിടെ. Let x is equal to p by q be a rational number such that prime factorization of q is not of the form 2 raised to n 5 raised to m where n and m are non-negative integers, then x has a decimal expansion which is non-terminating repeating. മനസ്സിലായോ? അതായത് നമ്മളിവിടെ അതുപോലെ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുക. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പം 2 raised to n 5 raised to m ഫോമിൽ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 64 divided by 455. കോമൺ ഫാക്ടർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ 455നെ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 5 9 1. വീണ്ടും 7 വെച്ച് ചെയ്യുക. 1 3. നോക്കിയപ്പോൾ 64 divided by 5 into 7 into 13. ഇത് 2 raised to n 5 raised to m ഫോമിലല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഇറ്റ് ഈസ് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാം. മനസ്സിലായോ? റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഓക്കെ. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 129 divided by 2 square 5 raised to 7 7 raised to 5. നോക്കി, ഓൾറെഡി ഡിനോമിനേറ്റർ ഇവിടെ ഫാക്ടറൈസ് ചെയ്താണ് നമുക്ക് തന്നിരിക്കുന്നത്. നോക്കിയേ, ഇത് 2 raised to n 5 raised to m ഫോമിലല്ല, അവിടെ 7 raised to 5 ഇവിടെ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് ഇതും എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഓക്കെ. ഡിനോമിനേറ്റർ 2 raised to n 5 raised to ഫോമിലാണെങ്കിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഈ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 raised to n 5 raised to m ഫോമിലല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി. അടുത്ത വീഡിയോയിൽ നമ്മുടെ CBSE ബോർഡ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.